അതുകൊണ്ട് നബിനെ കിട്ടുക എന്നുള്ളതാണ് എല്ലാം കിട്ടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾക്ക് കിട്ടിയാല് ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. എല്ലാം അതാണ്. ഈമാന്റെ അടിസ്ഥാനം അതാണല്ലോ. ലോകത്തെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താണ്? നബി തങ്ങൾ കൽബിക്കണ കാര്യം എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി 7 ആകാശങ്ങളിലൊക്കെ കറങ്ങി സ്വർഗ്ഗം നരകമൊക്കെ കണ്ട് മടങ്ങി വന്ന നബി തങ്ങൾ രാവിലെ കഅബമക്ക് ഇങ്ങനെ തല വെച്ചങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂജഹൽ കണ്ടു റഹ്മത്തുള്ളാഹി അലൈഹി. നബിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ, എന്താ ഇരുത്തം കണ്ടാ പുതിയ എന്തോ വിവരമുള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദുൽ ഹറാമിൽ വന്നു, അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടുന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ചു, സിദ്റത്തുൽ മുൻതഹ കടന്ന് അതിർത്തിയിലെ അനന്തമരം കടന്ന് സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അർശിങ്കൽ ചെന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തി, നിസ്കാരം ലഭിച്ചു, വരുന്ന വഴിയിൽ മൂസ നബിയെ കണ്ടു, മടങ്ങി ബൈത്തുൽ മുഖദ്ദസിൽ എത്തി, അവിടുന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഒരു ചിരിയാണ് ചിരിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്തുനിന്ന് 40 ദിവസം കുതിരപ്പുറത്ത് ഓടിയാലേ ബൈത്തുൽ മുഖദ്ദസ്ക്ക് എത്തുള്ളൂ, അങ്ങോട്ട് ഇന്നലെ രാത്രിയാണ് പോയി എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു. എന്നിട്ട് അബൂജഹൽ ഓന്റെ ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി, വരികടാ എല്ലാരും വരി, വിവരണ്ട്, തമാശ ഉണ്ട്, വിടൽസ് ഉണ്ട് പറഞ്ഞു. എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മുഹമ്മദ് ഉറങ്ങോടുന്നാണ് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ്ക്കാണ് പോയിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾ കയറിയിട്ട് നേരം വെളുത്തപ്പോൾ തിരിച്ചു വന്നു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അവന്റെ ആൾക്കാരൊക്കെ കൂടി കൂട്ടച്ചിരിയാണ് ചിരിച്ചു. ഈ ചിരി കേട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞില്ലേ ചോദിച്ചു. ഇല്ല, ഒന്നും അറിഞ്ഞില്ല. എന്നാൽ അതാ അറിയേണ്ടത്, ഇന്നലെ രാത്രി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കണോടത്ത് നിന്ന് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശങ്ങൾ കയറി അള്ളാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നിസ്കാരം വാങ്ങി വരുമ്പോ വയ്യില് മൂസാ നബിനെ കണ്ട് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങോട്ട് തന്നെ വന്ന് ഒമ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവസാനം നേരം വെളുത്തപ്പോ അതിന് തിരിച്ചെത്തി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ നബി പറഞ്ഞു തന്നെയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, പറഞ്ഞു തന്നെയാണ്. ഉറപ്പായിട്ടും പറഞ്ഞു ചോദിച്ചു. ഉറപ്പായിട്ടും പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ. മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത്.